നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അന്വേഷണം പ്രഖ്യാപിച്ചു. AI ടൂളായ ഗ്രോക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് ചിത്രങ്ങൾ എക്സിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ. വിസ പരിഷ്കരണവുമായി അയർലൻഡ്. വിദ്യാർത്ഥി വിസ പരിഷ്കരിച്ച അയർലൻഡ്. ഇതിന്റെ ഭാഗമായി അക്രഡിറ്റേഷൻ പദ്ധതിയായ ട്രസ്റ്റഡ് ആരംഭിച്ചു. യൂറോപ്യൻ യൂണിയൻ ഫണ്ടിംഗിൽ ഗാൽവേ കൌണ്ടി കൌൺസിലിന് 3.36 മില്യൺ യൂറോ അനുവദിച്ചു. വാട്ടർവേ പദ്ധതിക്ക് വേണ്ടിയാണ് തുക അനുവദിച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം. വിദ്യാർത്ഥികൾക്കായി കൂടുതൽ തേർഡ് ലെവൽ പ്ലേസസ് രാജ്യത്തുടനീളമുള്ള കോളേജുകളിൽ ലഭ്യമാക്കാൻ ഐറിഷ് സർക്കാർ. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയുടെ ശരീരത്തിൽ തിളച്ച വെള്ളമൊഴിച്ച ശേഷം ചുറ്റിക കൊണ്ട് ആക്രമിച്ച 64-കാരന് 8 വർഷത്തെ തടവ്. ക്യൂബയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി അയർലൻഡ് വിദേശകാര്യ മന്ത്രാലയം. കൌണ്ടി കോർക്കിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചുമകളെ പീഡിപ്പിച്ച മുത്തച്ഛന് ജയിൽ ശിക്ഷ. 78-കാരനെയാണ് കോടതി ശിക്ഷിച്ചത്. കിടക്കക്ഷാമം. അയർലൻഡിൽ കിടക്കകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ആശുപത്രികളിൽ ട്രോളികളിൽ കാത്തിരിക്കുന്നത് 600ഓളം പേർ. നിർമ്മാണ ചെലവ് വർദ്ധിച്ചു. അയർലൻഡിൽ പാൻ കേക്കുകൾ ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചു. മുട്ട, പാൽ, മൈദ എന്നിവയുടെ വിലകളിലുണ്ടായ ഉയർച്ചയാണ് കേക്കുകളുടെ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചത്. വിവരങ്ങൾ പുറത്ത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ചിൽഡ്രൻസ് ഹെൽത്ത് അയർലൻഡ് റദ്ദാക്കിയത് 500-ലധികം സ്കോളിയോസിസ് ശസ്ത്രക്രിയകൾ. ഇറാനെ വരിഞ്ഞുമുറുക്കി US. ഇറാനുമായുള്ള 2ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായി മധ്യേഷ്യയിൽ വ്യോമ നാവിക വിന്യാസം ശക്തമാക്കി അമേരിക്ക. വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെക്കുറിച്ച് പരോക്ഷവും പ്രകോപനപരവുമായ പരാമർശങ്ങൾ നടത്തി മുഹമ്മദ് യൂനുസ്. കർണാടക BJP നൽകിയ മാനനഷ്ട കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെയുള്ള നടപടികൾ കർണാടക ഹൈക്കോടതി റദ്ദാക്കി. 2014-ൽ അസം മുഖ്യമന്ത്രിയായി താൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിരുന്നുവെന്നും തടസ്സമായത് രാഹുലായിരുന്നുവെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവുകൾ തിരുത്തി പുതിയ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. സംസ്ഥാന സർക്കാർ നടത്തിവന്ന നവകേരള സർവേ കേരള ഹൈക്കോടതി റദ്ദാക്കി. ഓസ്ട്രേലിയ പുറത്ത്. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 2020 ലോകകപ്പിന്റെ പ്രാഥമിക റൌണ്ടിൽ നിന്ന് പുറത്ത്. ഗ്രൂപ്പ് ബിയിലെ അയർലൻഡ് സിംബാബ്വെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് പോയിന്റ് നിലയിൽ 4ാം സ്ഥാനത്തുള്ള ഓസീസ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്. മാനുഷിക പരിഗണന നൽകണം. ഇമ്രാൻഖാന് മാനുഷിക പരിഗണനയും ചികിത്സയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പാക് സർക്കാരിന് കത്തയച്ച് ലോക ക്രിക്കറ്റിലെ മുൻ ക്യാപ്റ്റന്മാർ. ചൂട് വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. മഴ മാത്രമല്ല, കാറ്റും മഞ്ഞും. അയർലൻഡിൽ ശക്തമായ മഴയ്ക്ക് പുറമെ മഞ്ഞും കാറ്റും. ഇതേ തുടർന്ന് വിവിധ കൌണ്ടികളിൽ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.